ഒറ്റ നോട്ടത്തിൽ തന്നെ ആര് കണ്ടാലും നോക്കി നിൽക്കുമാറ് ഒരു ആന. ഉണ്ണിപ്പിള്ളി ഗണേശൻ. ഗണേശൻ എന്ന നാമം കേൾക്കുമ്പോൾ ഏതൊരു രൂപമാണോ നമ്മുടെ മനസ്സിലേക്ക് വരിക, അപ്രകാരം തന്നെയാണ് നമ്മുടെ ഉണ്ണിപ്പിള്ളി ഗണേശൻ്റെ രൂപവും. തടിച്ചുരുണ്ട ശരീരവും അതിനൊത്ത പെരുമുഖവും ചെവിയും, അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയ ഒരു ഗണപതി ചന്തം തന്നെയാണ് നമ്മുടെ ഗണേശൻ. ബീഹാറിൽ നിന്നാണ് ഗണേശൻ കേരളത്തിലേക്ക് എത്തുന്നത്. കോട്ടയം ജില്ലയിലെ മാന്നാർ മടത്തിൽ തറവാട്ടിലേക്കാണ് ഗണേശൻ എത്തുന്നത്. അന്നു മുതൽ കേരളത്തിലെ ഉത്സവങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഗണേശൻ. ഇന്നിപ്പോൾ വടക്കൻ പറവൂരിനടുത്ത് കാലാക്കശ്ശേരി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയ വേളയിലാണ് ഗണേശനെ ചിത്രീകരിക്കുന്നത്. ആനയെ കാണുവാൻ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഒഴിഞ്ഞ പറമ്പിൽ തികഞ്ഞ വിശ്രമത്തിലായിരുന്നു ഗണേശൻ. വാടാനപ്പള്ളി സുനിച്ചേട്ടനാണ് ഇന്ന് ഗണേശനൊപ്പം ഒന്നാമനായി ഉള്ളത്. ഗണേശനെ ചിത്രീകരിക്കുന്നതിനിടയിൽ സുനിച്ചേട്ടൻ ആനക്കരികിലേക്ക് ചെന്നു. ആനയോട് എന്തോ പറഞ്ഞതും തലയാട്ടി ഗണേശൻ ആനയും എന്തോ പറഞ്ഞു. പാപ്പാന്മാർ പറയുന്നതിനെല്ലാം വലിയ വായിൽ ശബ്ദമുണ്ടാക്കുകയാണ് ആനയും. സുനിയേട്ടൻ ആനക്കരികിലെത്തി ചങ്ങലയൊക്കെ ഇളക്കിയിട്ട് തിരികെ പോരുകയാണ്. ഒന്നാമൻ വന്നതിൻ്റെ ഗമയിലാവണം ഗണേശനാന ഒന്ന് നിവർന്നു നിന്നു. അഴകൊത്ത ആനയെ കണ്ണിറയെ കാണുവാൻ തന്നെയാകണം നാട്ടിലെ കുട്ടിക്കൂട്ടങ്ങളെല്ലാം തന്നെ ആനയ്ക്ക് സമീപം തന്നെയുണ്ട്. അങ്ങനെ എഴുന്നള്ളിപ്പ് തുടങ്ങാൻ സമയമായിട്ടുണ്ട്. പാപ്പാന്മാർ വിശ്രമിച്ച പായെല്ലാം മടക്കി വെച്ച് ഗണേശനെ അഴിച്ച് അല്പം വെള്ളം കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ചട്ടക്കാർ. ആനയെ നിർത്തിയിരുന്ന പറമ്പിന് സമീപമുള്ള വീട്ടിൽ തന്നെയാണ് വെള്ളം കൊടുക്കുവാൻ കൊണ്ടുപോകുന്നത്. മകരമാസത്തിൽ മധ്യ കേരളത്തിൽ പകൽ സമയങ്ങളിൽ പൊതുവെ ചൂട് തന്നെയാണ് അനുഭവപ്പെടാറുള്ളത്. എങ്കിലും ആനയെ നിർത്തിയിരുന്നത് പച്ചപ്പ് നിറഞ്ഞൊരു പറമ്പിലായിരുന്നത് കൊണ്ട് തന്നെ അല്പം പോലും ക്ഷീണിതനായിരുന്നില്ല ആന. എന്നിരുന്നാലും ധാരാളം വെള്ളം കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞ് ആനയെ നന്നായൊന്ന് പുറം തണുപ്പിച്ചു. കൂടെ ഓടിച്ചിട്ട് ഒരു കുളിയും. കുഴൽക്കിണറിലെ വെള്ളമായതുകൊണ്ട് തന്നെ ആനയുടെ ദേഹത്ത് കറയുണ്ടാകുമോ എന്ന ടെൻഷനുണ്ടായിരുന്നു ചട്ടക്കാർക്ക്. എങ്കിലും ആനയെ തണുപ്പിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് കരുതി രണ്ടും കൽപ്പിച്ച് ആനയെ നനച്ചു.
ഒരു അനീഷ് എന്ന് പറഞ്ഞ കുളിയെല്ലാം കഴിഞ്ഞ് അല്പനേരം ഫോട്ടോഗ്രാഫർമാർക്കായി പോസ്റ്റ് ചെയ്യുകയാണ് ഗണേശൻ. ഇനി അധികം സമയം വൈകാതെ തന്നെ ക്ഷേത്രത്തിലേക്ക് നടക്കാം. കുളി കഴിഞ്ഞ് ആന ഒന്നുകൂടി ഉഷാറായിരിക്കുന്നു. കുറച്ചു നേരത്തേക്ക് ശരീരത്തിൻ്റെ കറുപ്പ് നിറം ഒന്ന് തിളങ്ങി നിൽക്കും. സത്യത്തിൽ തലേക്കെട്ടും മറ്റ് ആടയാഭരണങ്ങളും അണിഞ്ഞുകൊണ്ടാണ് ആനകൾ എഴുന്നള്ളിപ്പിന് നിൽക്കുകയെങ്കിലും ഭൂരിഭാഗം ആനപ്രേമികൾക്കും താല്പര്യം ഇതൊന്നുമില്ലാതെ തന്നെ ആനകളെ കാണുക എന്നത് തന്നെയാണ്. ആന ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു. ഇനി നെറ്റിപ്പട്ടം അണിയാനുള്ള സമയമാണ്. നെറ്റിപ്പട്ടവും മറ്റുമെല്ലാം അണിഞ്ഞ് തിടമ്പ് കയറ്റി മറ്റൊരു ക്ഷേത്രത്തിൽ നിന്നാണ് എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത്. എന്നാൽ മറ്റു തിരക്കുകളുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്നും പോരേണ്ട സമയമായിരിക്കുന്നു. ഇനി മറ്റൊരവസരത്തിൽ ഗണേശൻ്റെ വിശേഷങ്ങളും ദൃശ്യങ്ങളും പങ്കുവയ്ക്കാം. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം.